ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 24 മുതലുള്ള വചനങ്ങളിൽ ഈശോ പറഞ്ഞ ചില സന്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അനുദിന കുരിശുമെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൽ നോമ്പ് കാലത്ത് ആ കുരിശെടുത്തുള്ള യാത്രയിൽ നമ്മൾ സഹിക്കുന്ന കുരിശ് ആരുടെ കുരിശാണെന്ന് നാം കണ്ടെത്തണം. ഞാനൊരു ഉദാഹരണം പല ധ്യാന അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കോട്ടയം ആശ്രമത്തിൽ പണ്ടൊരു മദ്യപാനി പള്ളിയുടെ മുറ്റത്ത് വരാന്തയിൽ നിന്ന് ഛർദ്ദിച്ചു. ധ്യാനം എല്ലാം കഴിഞ്ഞെല്ലാവരും പോയപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വലിയ കുരിശ് കിടപ്പുണ്ട്. ഈ ഛർദ്ദി വരാന്തയിൽ വീണത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ കുരിശിൽ നിറഞ്ഞു വീണു. വലിയൊരു കുരിശാണ്, അല്പം വലിപ്പമുള്ളൊരു കുരിശാണ്. ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു. പള്ളിയുടെ വരാന്തി വന്ന് ഛർദ്ദിച്ചു, മദ്യവെച്ചിട്ട് വന്ന് അവിടെ ഛർദ്ദിച്ചതിനെ പ്രതിയും ഈ കുരിശിനെ മലിനപ്പെടുത്തിയതിനെ പ്രതിയും. പെട്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു, ഷട്ടപ്പ്. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ്റെ കഴുത്തെ കിടക്കുന്ന കുരിശ് യേശുവിൻ്റെ കുരിശ്, എൻ്റെ കഴുത്തെ കിടക്കുന്ന കുരിശ് ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ്റെ കുരിശാണ്, അതിലെനിക്ക് ഛർദ്ദിക്കാം. അപ്പോഴെനിക്കൊരു പുതിയ വെളിച്ചവും വെളിപാടും കിട്ടിയത്. നമ്മൾ പലരും വഹിക്കുന്ന കുരിശുകൾ യേശുവിൻ്റെ കുരിശല്ല. ആ ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ, അവിടെ ബൈബിളിൽ ഇടതുവശത്ത് കിടക്കുന്ന കള്ളനാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശുവിനോടൊപ്പം 2 കുറ്റവാളികളെ കുരിശത്തറച്ച്, ഒരുവനെ ഇടതും ഒരുവനെ വലതും എന്ന് പറഞ്ഞു. അതിലൊരുവനെ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് പാരമ്പര്യമായിട്ട് അങ്ങനെ പറയാൻ കാരണം, യഹൂദ ജനതയുടെ ചിന്താഗതിയിൽ, അവരുടെ ആത്മീയ ബോധ്യത്തിൽ ഇടതുവശം എന്ന് പറഞ്ഞ നാരകീയം പൈശാചികം തിന്മ നിറഞ്ഞതെന്നും വലതുവശം എന്ന് പറഞ്ഞ സ്വർഗീയം ദൈവികം നന്മയുള്ളതെന്നൊക്കെയാണ് അർത്ഥം. രാഷ്ട്രീയത്തിൽ പറയുന്ന ഇടതുപക്ഷം വലതുപക്ഷം എന്നുമായിട്ട് ബന്ധമില്ല ഇതിന്. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അവിടെ ഫ്രാൻസിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഭരണകർത്താക്കൾ, അല്ലെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്പീക്കറുടെ വലതുവശത്തായിട്ട് സാധാരണ ഉള്ള ജനപ്രതിനിധികളിരുന്നു. എന്നാൽ വിപ്ലവ പാർട്ടി ജനപ്രതിനിധികൾ ഇടതുപക്ഷത്തിരുന്നു. അന്നു മുതൽ ആ ഇടതുപക്ഷക്കാർ എന്നവരെ വിളിച്ചു തുടങ്ങി, ഈ വിപ്ലവ പാർട്ടി ജനപ്രതിനിധികളെ, അല്ലെങ്കിൽ ആ ചിന്താഗതിയുള്ളവരെ. അതാണ് രാഷ്ട്രീയത്തിൽ പറയുന്ന ഇടതുപക്ഷം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ മേഖലയിലുള്ള ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന്, ആ പൗരസ്ത്യ പാരമ്പര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ അതുകൊണ്ടാണ് ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞത്. നമ്മൾ വഹിക്കുന്ന കുരിശ് ആരുടേതാണ്? 3 കുരിശുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന് യേശുവിൻ്റെ കുരിശ്, മറ്റൊന്ന് വലതുവശത്ത് കിടന്ന കള്ളൻ്റെ കുരിശ്, മറ്റൊന്ന് ഇടതുവശത്ത് കിടന്ന കള്ളൻ്റെ കുരിശ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഒരാൾ ഒരിക്കൽ എന്നെ കണ്ടപ്പം പറഞ്ഞു, ഈശോ എനിക്കൊരു കുരിശ് തന്നെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്തു ഏതോ നല്ല വില കൂടിയ കുരിശ് ആരോ ഗിഫ്റ്റ് കൊടുത്തായിരിക്കും. അപ്പോൾ പറഞ്ഞു, അതല്ല അച്ഛാ, ഈശോ എനിക്ക് എഴുസ് തന്നെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് പറഞ്ഞു, ഈശോ എഴുസ് തന്നെന്നോ? അതൊരു ദൈവദൂഷണമാണല്ലോ. ഈശോ ആർക്കും എഴുസ് കൊടുക്കില്ല, ക്യാൻസർ കൊടുക്കില്ല, അങ്ങനെ ഈശോ ആരെയും രോഗികളാക്കില്ല. ഈശോ ആർക്കും എയ്ഡ്സും കൊടുക്കില്ല. അയാളുടെ സ്വയംകൃത അനർത്ഥമാണ്. ബോംബെയിൽ വന്ന് മോശമായ ജീവിതം നയിച്ചപ്പോൾ അവരിലൂടെ പകർന്നു കിട്ടിയ രോഗമാണത്. അതിന് യേശുവിന് എന്തിനു വഴി പറയുന്നു? ഈശോ അനുവദിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഈശോ അനുവദിച്ചിട്ട് പോലുമില്ല. ഈശോ അനുവദിക്കുക എന്താണെന്നറിയോ? അയാൾ പാപം ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിലും പാപം ചെയ്തതിൻ്റെ ഫലമായി വന്ന ഈ സഹനം, ഈ കുരിശ് അയാൾ വഹിക്കുവാൻ, അതിലൂടെ അയാളുടെ ആത്മരക്ഷ അയാൾ ഉറപ്പാക്കാൻ അയാളെ ദൈവം അനുവദിക്കുന്നു. അത്രയേ ഉള്ളൂ. അയാൾ പാപം ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടുമില്ല. ഈ കുരിശ് അയാളുടെ സ്വന്തം കർമ്മദോഷ ഫലമായി വന്നതാണ്, സ്വയംകൃത അനർത്ഥം എന്ന് പറയാം. നമ്മുടെ പലരുടെയും കുരിശ് നമ്മുടെ തന്നെ സ്വയംകൃത അനർത്ഥമായിട്ട് വന്നതായിരിക്കാം. ഒരു യുവതി എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എനിക്ക് 6 പിള്ളേരുണ്ട്, അവരെ വളർത്താൻ എനിക്ക് യാതൊരു മാർഗവുമില്ല.
ഞാൻ കൂടുതൽ ചോദിച്ചു വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കൾ ഒരുക്കിയ ഒരു നല്ല വിവാഹ ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട്, അതും കത്തോലിക്ക മത വിശ്വാസപ്പെട്ട ചെറുപ്പക്കാരനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പുരുഷനുമായി പഠിച്ചുകൊണ്ട സമയത്തുണ്ടായ പ്രേമത്തിലൂടെ അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നടന്നതിൻ്റെ ഫലമായി മാതാപിതാക്കളും ആത്മീയ പിതാക്കന്മാരും ധ്യാനഗുരുക്കന്മാരും സിസ്റ്റേഴ്സും അധ്യാപകരെല്ലാം പറഞ്ഞു ഈ കല്യാണത്തിന് പോകരുത്. അത് ധിക്കരിച്ചുകൊണ്ട് അവിടെ പോയി ആ വ്യക്തി 2-3 കല്യാണം കഴിച്ചു. പല ഭാര്യമാരെ സ്വീകരിക്കുന്ന ആളാണ്. അതിലൊരാളാണ് ഇയാൾ. ഇയാളിൽ തന്നെ ഇപ്പോൾ 6 പിള്ളേരായി. അയാളത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ നോക്കാതെ എവിടെയോ പോയി. അപ്പോൾ മറ്റു ഭാര്യമാർ അവരവരുടെ വഴിക്ക് പോയി. അവർക്ക് കൊണ്ടൊന്നും 2 ഓരോ പിള്ളേരെ, ഓരോ കുഞ്ഞുങ്ങൾ. എന്നിട്ട് ഈ വ്യക്തി 6 കുഞ്ഞുങ്ങളുമായിട്ട് ഈ സ്ത്രീയെ ഒരു ഡിവൈനിൽ വന്നിട്ട് എന്നോട് പറയുന്നു, ദൈവമല്ലേ എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്? ഒരിക്കലുമല്ല. ആ കുരിശ് നിനക്കൊരു കുരിശാണ്, പക്ഷെ അത് ഇടതുവശത്തും വലതുവശത്തും കിടന്ന കള്ളന്മാരുടെ കുരിശിന് സമാനമായ കുരിശാണ്. ഈശോയുടെ കുരിശ് അങ്ങനത്തെ കുരിശല്ല. ഈശോ തരുന്ന കുരിശ് എപ്പോഴും രക്ഷാകരവും സ്വർഗീയവുമായിരിക്കും. ഈ കുരിശാകട്ടെ സ്വയംകൃത അനർത്ഥം ആണ്. സ്വയംകൃത അനർത്ഥത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയ കുരിശാണ്. മാതാപിതാക്കളെയും സഭയെയും ദൈവവിശ്വാസത്തെയും വെടിഞ്ഞ് വിജാതീയ കല്യാണത്തിന് പോയപ്പോൾ തന്നെ യേശുവിനെ നഷ്ടപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ തലയിൽ പഴിവെക്കുകയാണ്. ഉത്തരവാദിത്വം യേശുവിനായിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞല്ല, ഈ കുരിശ് ഈശോ തന്നതല്ല. ഇപ്പോൾ ഈ 6 കുഞ്ഞുങ്ങളെ കെട്ടി അതിനി രക്ഷാകരമായ കുരിശാക്കി മാറ്റണം. എന്ത് ചെയ്തു? വലതുവശത്ത് കിടന്ന കള്ളൻ എന്ന് പാരമ്പര്യം പറയുന്ന ആ കള്ളൻ അവൻ്റെ കുരിശിനെടുത്ത് യേശുവിൻ്റെ കുരിശിനോട് ചേർത്തു. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ കുരിശിലെ രക്ഷാകര ബലിയുടെ ഫലത്തിൽ നിനക്കും പങ്കാളിത്തം കിട്ടി, നീ എന്നോടുകൂടെ പർദീസാലായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവൈക്യത്തിലേക്ക് അയാൾ വന്നു കഴിഞ്ഞു. അയാൾക്ക് പാപമോചനം കിട്ടിക്കഴിഞ്ഞു, പാപക്ഷമ കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി നിൻ്റെ കുരിശുകളെ, നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്താൽ, അതൊക്കെ ഏറ്റുപറഞ്ഞ് സഭയോട് നിന്ന് പുനരൈക്യപ്പെട്ട് വീണ്ടും സഭയിൽ അംഗമായി തീർന്ന് നല്ല കുമ്പസാരം നടത്തി കുർബാന സ്വീകരിച്ച് കുഞ്ഞുങ്ങളെ വളർത്താൻ സഹായിക്കും ദൈവം. ആ കുഞ്ഞുങ്ങൾക്കൊരു രക്ഷയുടെ മാർഗം കാണിച്ചു. അവരെല്ലാം മാംസം വെക്കാൻ പറ്റും. അതെല്ലാം സംഭവിച്ചു. ഇപ്പോൾ ആ സഹോദരി കുഞ്ഞുങ്ങളൊക്കെ മാംസം കൊടുത്തു. ഒരു പ്രത്യേക സ്ഥലത്ത് വളരെ സുരക്ഷിതരായ ആ മക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. ഒരു ജോലി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരാൾ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നു, വീണ്ടും വിവാഹം കഴിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണോ? അല്ല, എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല. കാരണം എനിക്ക് എൻ്റെ ഈ 6 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഞാൻ പറഞ്ഞു, നിനക്ക് ഇപ്പോൾ ഒരു ജീവിത പങ്കാളി, ഒരു പുരുഷൻ കൂട്ടില്ലാത്തതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സഹനങ്ങളെ നിൻ്റെ അനുദിന കുരിശിൻ്റെ ഭാഗമായി എടുക്കണം. ഒരു പുരുഷങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിനക്ക് ചില നേട്ടങ്ങളുണ്ടായി എന്ന് വരാം. സുഖാസ്വാദന മേഖലകളിൽ നീ സന്തോഷിച്ചെന്ന് വരാം. ഒരുപക്ഷെ നല്ലവനായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഈ 6 കുഞ്ഞുങ്ങളുടെ അവസ്ഥ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അവർക്ക് നൊമ്പരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കേട്ടു ആ സ്ത്രീ. എനിക്ക് വേണ്ട, ഒരിക്കലും അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന തീരുമാനം സന്തോഷമായിട്ട് ഇപ്പം ജീവിക്കുന്നു. നമ്മൾ വഹിക്കുന്ന കുരിശുകൾ നമ്മുടെ സ്വന്തം പാപത്തിൻ്റെ ഫലമായിട്ട് ഒരു സഹനമാണെങ്കിൽ അത് യേശുവിൻ്റെ സഹനത്തോട് ചേർക്കുക. രണ്ടാമതായി, നമ്മുടെ കുരിശ് മറ്റുള്ളവരുടെ പാപത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കെ വരുന്നതാണെങ്കിൽ, അത് യേശുവിൻ്റെ കുരിശിന് അതേ മഹത്വമുള്ള കുരിശായിരിക്കും. ഈശോയുടെ തോളിൽ കുരിശെടുത്ത് വെച്ച് കൊടുത്തത് യഹൂദ മത നേതാക്കളോ പീലാത്തോസോ റോമൻ പടയാളികളോ ഒന്നുമല്ല. ഈശോയുടെ കുരിശ് ഈശോ ഏറ്റെടുത്തത് പിതാവിൻ്റെ കരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഈശോ പീലാത്തോസിനോടല്ല, പടയാളികളോടല്ല, യഹൂദ പ്രമാണികളോടല്ല പറഞ്ഞുകൊണ്ടിരുന്നത് പിതാവേ 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 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ കുരിശ് പിതാവിന് ഇഷ്ടമായിരുന്നു. തൻ്റെ പാപപരിഹാര ബലിയുടെ ഭാഗമായിരുന്നു. ആ സഹന ബലിയുടെ ഭാഗമായ കുരിശ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾ മൂലമുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന സഹനങ്ങളും കുരിശുകളും യേശുവിൻ കുരിശിനോട് ചേർത്ത് വെച്ചാൽ മഹത്വീകരിക്കപ്പെട്ട കുരിശായിട്ടത് മാറും. നല്ല കള്ളൻ ചെയ്തതുപോലെ സ്വന്തം കർമ്മദോഷത്തിൻ്റെ ഫലമായ കുരിശും യേശുവിൻ്റെ കുരിശോട് ചേർത്താൽ നമുക്ക് പാപമോചനം യേശുവിൻ്റെ കുരിശിൽ ബലിയുടെ യോഗ്യതകൾ പ്രാപിക്കാനുള്ള ഭാഗ്യവും കിട്ടും. എന്നാൽ
തെറ്റ് ചെയ്ത ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ്റെ പാരമ്പര്യം പറയുന്ന കള്ളൻ ചെയ്തതുപോലെ ചെയ്യരുത്. ഇതാണ് ഈ നോമ്പ് കാലത്ത് ദൈവം നമുക്ക് തരുന്ന ഒരു തിരുവെളിപാട്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ അരുതിന് കുരിശമെടുത്തുകൊണ്ട് അങ്ങേ അനുഗമിക്കാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ അരുതിന് കുരിശ് വഹിച്ചുള്ള യാത്രയിൽ അങ്ങയുടെ കുരിശ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കാണുന്നു, ഞങ്ങളുടെ ഉള്ളിലും കാണുന്നു. ആ മഹത്വീകരിക്കപ്പെട്ട കുരിശിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സഹനങ്ങളെ മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.